മനുഷ്യനെ ആദരിക്കാത്ത രാജ്യങ്ങളിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം രാഷ്ട്രങ്ങളാണ് എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. ലോകത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു അന്യനാട്ടുകാരൻ ചെന്നാൽ, അന്യനാട്ടുകാരനല്ല ആ നാട്ടുകാരൊക്കെ എങ്ങനെ അവരായിരിക്കും, നമ്മൾ അന്യനാട്ടുകാരനായിട്ട് നമുക്ക് തോന്നുന്നത്, ഏറ്റവും ഹൃദ്യമായി സ്നേഹിക്കുന്ന, സ്വീകരിക്കുന്ന, ഒരു മുൻവിധിയില്ലാതെ അവരുടെ വീട്ടിൽ ദാരിദ്ര്യമാണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടാണെങ്കിലും കൊണ്ട് നമ്മളെ സൽക്കരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ഈ മധ്യേഷ്യയിലെ മുസ്ലിം രാജ്യങ്ങളാണ്. തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ ഇങ്ങനെയൊക്കെ പറയുന്ന ഈ രാജ്യങ്ങളാണ്. ഇപ്പൊ നമ്മുടെ ഈ പൈസ ഇല്ല, നമുക്ക് തിരിച്ചു പോകാൻ ടിക്കറ്റ് ഇല്ലെങ്കിൽ ഒന്നും പേടിക്കണ്ട, അവര് നമ്മളെ സംരക്ഷിച്ചോളും. അവർ ചോദിച്ചു അറബികളോട്, ഞങ്ങളുടെ നാട്ടിലെ മേൽജാതിക്കാർ, ഉയർന്ന തറവാട്ടുകാർക്ക് ഞങ്ങൾ മനുഷ്യരല്ല, പക്ഷെ നിങ്ങൾക്കെങ്ങനെ ഞങ്ങൾ മനുഷ്യരായി? ആ ചോദ്യത്തിന് അറബികൾ കൊടുത്തൊരു മറുപടിയുണ്ട്. ആ ഒരൊറ്റ മറുപടിയാണ് കഴിഞ്ഞ ഖത്തറിൽ നടന്ന വേൾഡ് കപ്പിന്റെ ഉദ്ഘാടന മൈതാനിയിൽ ലോകം മുഴുവനും അത്ഭുതത്തോട് കേട്ട മറുപടി. എന്താണ് ആ മറുപടി എന്നറിയാം? ഇസ്ലാമിൽ ജാതിയില്ല, അല്ലെങ്കിൽ ഇസ്ലാമിൽ തറവാടിന്റെ ജന്മത്തിന്റെ പേരിൽ ആളുകളെ വ്യത്യസ്തരാക്കുന്ന ഒരു ഏർപ്പാടേ ഇല്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ മനുഷ്യരേ ഉള്ളൂ, എല്ലാവരും മനുഷ്യരാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫു. വിശുദ്ധ ഖുർആൻ ലോകത്ത് നടത്തിയ ഏറ്റവും വലിയ സാമൂഹിക നവോത്ഥാന പ്രവർത്തനം മനുഷ്യരെ ഒന്നായി കാണുന്ന പ്രക്രിയ. നിങ്ങൾക്കറിയില്ലേ, അറബികള് ഗോത്രത്തിന്റെ പേരിൽ, വംശത്തിന്റെ പേരിൽ ഏറെ അഹങ്കരിക്കുന്നവരായിരുന്നു. ഞങ്ങളുടെ ഗോത്രമാണ്, ഞങ്ങളുടെ വംശമാണ്, ഞങ്ങൾ ഖുറൈശികളാണ്, ഞങ്ങൾ അറബികളാണ് എന്നൊക്കെ പ്രത്യേകമായി ഗോത്രത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്ന അറബി കാരണവന്മാരുടെ മുഖത്ത് നോക്കിയിട്ടല്ലേ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മനുഷ്യരെ അറബിക്ക് അനറബിയെക്കാളോ അനറബിക്ക് അറബിയെക്കാളോ ഒരു പ്രത്യേകതയുമില്ല. എവിടെയാ പറഞ്ഞത്? അമേരിക്ക പോയിട്ടല്ല പറഞ്ഞത്. തന്റെ നാട്ടിലെ ഗോത്രത്തിന്റെയും വംശത്തിന്റെയും പേരിൽ അഹങ്കരിക്കുന്ന അറബി കാരണവന്മാരുടെ മുഖത്തേക്ക് ചൂണ്ടി അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഒരു അറബിക്ക് ഒരു അനറബിയേക്കാൾ, ഒരു കറുത്തവന് ഒരു വെളുത്തവനേക്കാൾ ഒരു പ്രത്യേകതയും ഈ ലോകത്തില്ല.